പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തൊട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുക്കാമെന്ന് വെച്ചിട്ടാണ് വീട്ടിലെ ഒരു ദിവസം എവിടം വരെ എത്തുമെന്ന് അറിയത്തില്ല, എന്നാലും എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോൾ ഇപ്പം മിക്കവാറും ഇങ്ങനെയുണ്ട്, അമ്മ ചായ കുടിച്ചുകൊണ്ടിരിപ്പുണ്ടായിരിക്കും, അച്ഛൻ വെളിയിൽ പേപ്പർ വായിച്ചുകൊണ്ടിരിപ്പുണ്ടായിരിക്കും. ഇതാണ് സ്ഥിരം കാഴ്ച. അച്ചു ലേറ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാൻ വെളിയിൽ നോക്കിയപ്പോൾ നമ്മുടെ മോളുടെ പൂച്ചയുണ്ടല്ലോ മീനാക്ഷി, എന്തിയെന്ന് ചോദിച്ചപ്പോൾ കാണുന്നില്ല, അവൾ തിരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വാതിലങ്ങ് അടച്ചിട്ട്, അല്ലെങ്കിൽ പൂച്ച അകത്തൂടെ കയറി വരുവേ. അങ്ങനെ ഞാൻ അമ്മ എന്ന് ചോദിക്കാതെ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അജ്ജു നാളെ പോകുന്നുണ്ട്. അജ്ജുവിന് സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് കുറച്ച് സാധനം കൊടുത്തു വിടും. അജ്ജുവിൻ്റെ കയ്യിൽ ഞാൻ ബേക്കറി സാധനം അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് ബെസ്റ്റിൽ പോകണം. അത് മാത്രമേ ഉള്ളൂ പരിപാടി, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുകയാണ്. അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ് ഈ ആഴ്ച തൊട്ട് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ല, ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുക. അപ്പം നമ്മുടെ നാട്ടിലെല്ലാവർക്കും അങ്ങനെ അല്ലല്ലോ, പിന്നെ എന്ത് വെയിറ്റ്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മെലിഞ്ഞ് തൊലിഞ്ഞിരിക്കുകയായിരുന്നു, ഇപ്പോൾ ശരിയായി എന്നൊക്കെ അമ്മ പറയാം. അപ്പം ഞാനിങ്ങനെ ഫ്രൂട്ട്സ് അതുപോലെ എൻ്റെ രാവിലെ നല്ലതായിട്ട് തുടങ്ങുമല്ലോ, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വെള്ളം കുടിക്കും, ഒരു ആപ്പിൾ കഴിക്കും, ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കും. എൻ്റെ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ടാണ് എൻ്റെ ദിവസം തുടങ്ങുന്നത്. അത് ഞാൻ ഇവിടെ വന്നിട്ട് മിക്കവാറും മുടക്കാറില്ല, ചില ദിവസങ്ങളിൽ മാത്രം മുടങ്ങാറുണ്ട്, എന്നാലും മിക്കവാറും മുടക്കാറില്ല. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ മുകളിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ അപ്പവും ചിക്കൻ കറിയും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കള്ള് കിട്ടിയായിരുന്നല്ലോ, തെങ്ങിൻ്റെ കള്ള്, അത് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കി, നല്ല സോഫ്റ്റ് അപ്പവും പിന്നെ ചിക്കൻ കറി. അമ്മ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ച ചിക്കൻ കറി, എനിക്ക് പണ്ടുതൊട്ടേ ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ച ചിക്കൻ കറി. തേങ്ങ അരച്ചിട്ട് ഉരുളക്കിഴങ്ങിട്ട് ചിക്കൻ കറി വയ്ക്കും, അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ്. അപ്പോൾ അതും അപ്പമായിരുന്നു, രണ്ടും എൻ്റെ ഫേവറേറ്റ്. അപ്പം എന്ന് പറയുന്നത് നല്ല ഫ്ലഫി, നല്ല സോഫ്റ്റ് അപ്പം. അപ്പോൾ അച്ഛൻ നമ്മുടെ ഇവിടുത്തെ റൊട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ അച്ഛനൊക്കെ 8 മണിയാകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, കറക്റ്റ് 1 മണിയാകുമ്പം ലഞ്ച് കഴിക്കും, പിന്നെ വൈകുന്നേരം കറക്റ്റ് 7:30 ഡിന്നർ. അതാണ് ഇവരുടെ 3:30 ചായ. അതാണ് ഇവരുടെ കറക്റ്റ് റുട്ടീനിലാണ് കേട്ടോ പോകുന്നത്. അച്ഛൻ എയർഫോഴ്സിലായിരുന്നുകൊണ്ട് മാത്രമല്ല, പിന്നെ അച്ഛന് ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്, ഡയബറ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കും, കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഓരോ കാര്യങ്ങളുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ അമ്മയും അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചായ കുടിക്കാനൊന്നും എനിക്ക് സമയമില്ല, അപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം. ചിലപ്പോഴേ ഞാൻ ഇവരുടെ കൂടെ ഇരുന്ന് കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പിന്നെ കഴിക്കത്തുള്ളൂ. അജ്ജു ഒന്നും ആ സമയത്ത് എഴുന്നേക്കത്ത് പോലുമില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ പിന്നെ കുറച്ചൊക്കെ നേരത്തെ എഴുന്നേക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ രാത്രി മുഴുവൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഗെയിമൊക്കെ കളിക്കും, അത് കഴിഞ്ഞ് ലേറ്റായിട്ട് കിടക്കും, രാവിലെ എണീക്കുന്നതും ലേറ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ബെസ്റ്റിൽ പോകേണ്ടതുകൊണ്ട് അച്ഛനെ വിളിച്ച് എഴുന്നേപ്പിച്ച് ഞങ്ങളൊരു 11:30 ബെസ്റ്റിലെത്തി. അപ്പോൾ അവിടുന്ന് കുറച്ചിങ്ങനെ പൊടിഞ്ഞു പോകാൻ പറ്റില്ലാത്ത സാധാ അച്ചപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ചിപ്പോ എന്ന് പറഞ്ഞ ഇതിൻ്റെ അച്ചപ്പം, ഈ പാക്കറ്റ്, അതിൻ്റെ അത് നോ എഗ് നോ മൈദ എന്നൊക്കെ നല്ല അച്ചപ്പം കേട്ടോ, പക്ഷെ അതങ്ങനെ പൊടിയത്തുമില്ല. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു. പിന്നെ മീനച്ചാർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോയത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് നമ്മുടെ പ്രോൺസ് അച്ചാർ ഇപ്പം ഞാൻ എല്ലാവരും ട്രയലായിട്ട് കൊടുത്തു വിടാം, അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ ഞാൻ പോകുമ്പോൾ കൊണ്ടുപോയാൽ മതിയല്ലോ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ആദ്യം വാങ്ങിച്ച സാധനങ്ങൾ പറയാവേ. ഉപ്പേരി, കപ്പ വറുത്തത്, പിന്നെ ചക്ക വരട്ടിയത്, പിന്നെന്തായിരുന്നു, പ്ലം കേക്ക്, പിന്നെ മധുരമുള്ള ഉപ്പേരി, പിന്നെന്തായിരുന്നു, ഇത്ര സാധനങ്ങളുള്ളെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ പിക്കിള്, പിന്നെ ചമ്മന്തിപ്പൊടി വേണമെന്ന് പറഞ്ഞു അത്. അപ്പോൾ ചക്ക വരട്ടിയത് എല്ലാ പ്രാവശ്യവും അമ്മ വരട്ടി വെക്കുക ചെയ്തത്. ഈ പ്രാവശ്യം അമ്മ ഇതുപോലെ വരട്ടി വെക്കും കേട്ടോ. വരട്ടി വെച്ചിട്ട് അമ്മ ഫ്രീസറിനകത്തങ്ങ് വെച്ചേക്കും, പകുതി മുക്കാലും വരട്ടിയിട്ട് പിന്നെയാണ് എടുത്ത് വരട്ടെ. ഇപ്രാവശ്യം എന്ത് ചെയ്തു, ഫ്രീസറിനകത്തിരുന്നു, നമ്മുടെ ഫ്രിഡ്ജ് അഴുക്കായിപ്പോയി. ബാക്കി സാധനങ്ങളെല്ലാം മാറ്റി അമ്മ ഫ്രീസറിനകത്തുനിന്ന് ഈ ചക്ക വെളിയിലെടുത്ത് വെച്ചാൽ മതിയായിരുന്നു, അത് മറന്നുപോയി. അവിടെ ഇരുന്ന് അത് അഴുക്കായിപ്പോൾ, അതായത് കുറേ ഉണ്ട്, 2 കിലോയോളം ചക്ക വരട്ടിയതുണ്ടായിരുന്നു, എനിക്കത് അതിലും കൂടുതലുണ്ടായിരുന്നു. എല്ലാം എടുത്ത് കളയേണ്ടി വന്നു കേട്ടോ, മറന്നുപോയി അമ്മ. അങ്ങനെ അതുകൊണ്ട് ഞാൻ ബെസ്റ്റിൽ ചക്ക വരട്ടിയത് വാങ്ങിച്ച ഒരാഴ്ചയുടെ എപ്പോഴും ചക്ക വരട്ടി വെക്കും എല്ലാ വർഷവും അമ്മ. അപ്പോൾ ഈ പ്രാവശ്യം ഞാനത് കിട്ടാത്തതുകൊണ്ട് ബെസ്റ്റിൽ നിന്ന് ചക്ക വരട്ടിയത് വാങ്ങിച്ചിട്ട് കൊടുത്തു വിടാമെന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, മെയിൻലി ഞാനിങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുപോകട്ടെ, കൈമ റൈസ് ഒന്നും അവിടെ കിട്ടത്തില്ല. അങ്ങനെ കുറേ സാധനങ്ങൾ എല്ലാം കൂടെ ഞാൻ DTDC ആയിട്ട് കൊറിയർ അയക്കും. അതായത് നമ്മൾ വലിയ കാർഡ്ബോർഡിനകത്താക്കി എത്ര കിലോ നമ്മുടെ സാധനങ്ങൾ എത്ര വേണോ അത്രയും കൊറിയർ അയക്കും. അതായത് ട്രെയിനിലയക്കും കൊറിയർ. ഇങ്ങനത്തെ ചിപ്സും എല്ലാം 1 മാസത്തെ ഗ്യാരൻറ്റിയുള്ള സാധനങ്ങളാണല്ലോ, അതെല്ലാം കൂടെ കൊറിയർ അയക്കും. അപ്പം എനിക്ക് ലഗേജ് കൊണ്ടുപോകാൻ വേണ്ട, ഞാനവിടെ ചെല്ലുമ്പോഴത്തേനും, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് 2-3 ദിവസം മുമ്പ് അങ്ങ് അയക്കും. ഞാനവിടെ ചെല്ലുമ്പോഴത്തേനും അത് വരും കേട്ടോ. ഇങ്ങനെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. കാരണം നമ്മൾ കുറേ ഡ്രസ്സും കുറേ ഷോപ്പിങ്ങും ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ഈ 15 കിലോ കൊണ്ടുപോയൊന്നും ആവത്തില്ല.
അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഷോപ്പിംഗ് ചെയ്യാനുള്ളതും ഡ്രസ്സും പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളും എല്ലാം അങ്ങ് കൊറിയർ ചെയ്യും. ചിലപ്പോൾ ഒരു കൊറിയർ ഞാൻ ചെയ്യും, അത് കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞ് മിച്ചം വരുന്ന സാധനങ്ങളെല്ലാം പിന്നെ അച്ഛൻ ചെയ്യും. അങ്ങനെ സാധാരണ 2 കൊറിയറാണ് കേട്ടോ വരാറ്. ഒന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് വരും, ബാക്കി ഞാൻ പോയി കഴിഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ അച്ഛൻ കൊറിയർ ചെയ്യും. അപ്പോൾ ഇവൻ്റെ ഞാൻ കുറച്ച് സാധനങ്ങളെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവൻ ഞങ്ങൾ അവിടുന്ന് പൊറോട്ടയും ബീഫും വാങ്ങിച്ചായിരുന്നു, അതും കഴിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇവൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇവൻ എഴുന്നേറ്റപ്പോഴേ നമ്മൾ കുളിച്ചു നമ്മുടെ കൂടെ വന്നു. അപ്പോൾ അമ്മമ്മയുടെ ചിക്കൻ കറിയും, ഇവൻ ബീഫിൻ്റെ ആരാധകനല്ല കേട്ടോ, ഇവന് ചിക്കൻ കറിയാണ് ഇഷ്ടം. ചിക്കൻ കറിയും പൊറോട്ടയും എടുത്തു, പിന്നെ അപ്പം എടുത്ത് കഴിക്കാൻ പോയിരിക്കുക. അപ്പോൾ ഞങ്ങളെല്ലാവരും ചോറുണ്ടെന്ന സമയമായപ്പോഴാണ് അവനത് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഡെയിലി ഡോസ് ഓഫ് കരിക്ക്, എന്നും ഞാനൊരു കരിക്ക് കഴിക്കും. അതിങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിക്കുകയാണ് കേട്ടോ. കരിക്കും, അതിൻ്റെ വെള്ളവും കുടിക്കും, കരിക്കും കേട്ടോ. പിന്നെ ഞാൻ വണ്ണം കുറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ചെയ്യാൻ തുടങ്ങണം. അതായത് കറക്റ്റായിട്ടൊരു റുട്ടീൻ കൊണ്ടുവന്ന് കുറയും. ഇനിയിപ്പോൾ അച്ഛനും കൂടെ പോയി കഴിയുമ്പോൾ ഞാൻ കുറച്ച് ബേക്കറി സാധനം വന്ന സമയത്ത് ഞാൻ കുറേ കഴിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഏത്തയ്ക്ക, അപ്പം, ഉഴുന്നുവട, ഞാൻ പറഞ്ഞത് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇനി ഒരു 15 ദിവസം കുറച്ചൊന്ന് പിടിക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നൊക്കെ ഉള്ളതുകൊണ്ട് അറിയത്തില്ല. എന്തായാലും അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞ പ്രോമിസൊക്കെ ഞാൻ തെറ്റിച്ചതിന് സോറി. കാരണം ഞാൻ പറഞ്ഞത് ഇവിടെ വന്നിട്ട് ഞാൻ ഡയറ്റ് നോക്കും, വന്നിട്ട് ഞാൻ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും എന്നൊക്കെ. ഏതായാലും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റിയില്ലെങ്കിലും അറിയത്തില്ല കേട്ടോ, നടക്കാൻ പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഞാൻ എന്തായാലും വെയിറ്റ് നോക്കിയിട്ട് കറക്റ്റ് അന്ന് പറഞ്ഞ പോലെ തന്നെ ജൂലൈ 15-ാം തീയതി എൻ്റെ വെയിറ്റ് പറയാം കേട്ടോ. ഇപ്പോൾ കുറച്ച് കൂടി തന്നെ ആയിരിക്കും, പറയാൻ തന്നെ എനിക്ക് പേടിയാവുന്നു. അതിനിടയ്ക്ക് കുറയുമോ എന്നറിയത്തില്ല. എന്തായാലും സത്യസന്ധമായിട്ട് പറയാം, അവിടെ നമ്മൾ പോരുന്നതിന് മുമ്പ് ഒരു 56.8 57 ആയിരുന്നു ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ ഞാനിവിടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു 57 നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ പറ്റും എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇരിക്കുന്ന ചെയർ അവിടെ എന്താ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് മാറിയിരുന്നോളാന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ ഇരുന്ന് കഴിക്കും. അജു അവിടെ പോയി അജുവിൻ്റെ ഫോൺ കണ്ടുകൊണ്ട് കഴിക്കുക കേട്ടോ. ഇവിടെ 3 ചെയറേ ഉള്ളെന്നുള്ള അവൻ്റെ ഒരു പറച്ചിൽ. ഇത് അടുക്കളയിൽ തന്നെ ഞങ്ങൾ ഇരുന്ന് കഴിക്കും. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് അങ്ങോട്ട് വരാം, ഞങ്ങളെല്ലാവരും ഡൈനിങ് ടേബിളിലോട്ട് വരാൻ. നീ അപ്പോൾ അവിടെ മുഴുവൻ ആ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിരിക്കുക, എടുത്ത് വെച്ചിട്ടില്ല, പാക്ക് ചെയ്തിട്ടില്ല. അവൻ പറഞ്ഞു വേണ്ട ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പൊറോട്ടയും ചിക്കൻ കറിയും അപ്പമാണ് അവൻ കഴിച്ചത്. ഇനിയും ചോറുണ്ണത്തില്ല. അങ്ങനെയാണ് അവൻ്റെ പരിപാടികൾ. അപ്പം ചോറിന് നമുക്ക് ചീര ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കഴിക്കും. എന്നും ഒരു കരിക്ക് കുടിക്കും, എന്നും ഏതെങ്കിലും ഒരു ഇലക്കറി കഴിക്കും, പിന്നെ ഫ്രൂട്ട്സ് കഴിക്കും. ഫ്രൂട്ട്സ് എന്നായാലും 2-3 ടൈപ്പുള്ള ഫ്രൂട്ട്സ് ഡെയിലി കഴിക്കും കേട്ടോ. അങ്ങനെ അതായത് അതിനൊന്നും ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ലേ. ഇവിടെ വരുമ്പം ഇലക്കറി ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറ്റുന്ന ഇവിടെ വരുമ്പോഴാണല്ലോ. അപ്പോൾ ഇന്ന് അമ്മ ചീര അവിയൽ വെച്ചു. ഇന്നലെ ചീരത്തോരനായിരുന്നു. അതിന് മുമ്പത്തെ ദിവസം മുരിങ്ങയിലയും പരിപ്പും കൂടെ ആയിരുന്നു. അങ്ങനെ പല ഇന്നും ചുമന്ന ചീരയായിരുന്നു, നാളെ വെള്ള ചീര വയ്ക്കും. അങ്ങനെ എന്നും ചീര വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു വേലിച്ചീര എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, മൈസൂർ ചീര എന്ന് പറഞ്ഞിട്ട്. അത് പക്ഷേ നമ്മുടെ ഇവിടെ അത്രയും വളർന്നില്ല, അപ്പുറത്തുനിന്ന് പോയി അത് ഞാൻ പറിച്ചുകൊണ്ട് വരും. അങ്ങനെ എനിക്ക് ഇലക്കറി ഞാൻ മസ്റ്റായിട്ട് ഇവിടെ വരുമ്പോൾ കഴിക്കും. കാരണം നമ്മുടെ അവിടെ ഒരു പാലക്കല്ലാതെ വേറെ ഒരു ഇലക്കറിയും കിട്ടത്തില്ല. പാലക്ക് ഒത്തിരി കഴിക്കുന്നത് നല്ലതല്ലല്ലോ, പാലക്ക് മാത്രമാണ് അവിടെ കിട്ടുന്ന ഒരു ഇലക്കറി. അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പോൾ അജു പറയുകയാണ്, ഞാൻ പറഞ്ഞു ഞാൻ ഗൂഗിൾ പേയിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യും. അജു പറഞ്ഞു വേണ്ട എനിക്ക് കയ്യിലും പൈസ തരാം. ഞാൻ പറഞ്ഞു രണ്ടിലും കൂടെ തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു നിൻ്റെ കയ്യിൽ ഡോളർ ഉണ്ടല്ലോ, അവർ മീര വന്നപ്പോഴോ അമ്മ വന്നപ്പോഴൊക്കെ കൊടുത്ത ഡോളർ ഉണ്ടല്ലോ, അതുകൊണ്ട് നീ ഷോപ്പിംഗ് ചെയ്തോണം. അവൻ്റെ ഹെഡ്ഫോൺ അവൻ കൊണ്ട് കളഞ്ഞു. ഇല്ല ഡോളർ ഞാൻ മാറത്തില്ല, അത് ഞാൻ ഡോളറായിട്ട് തന്നെ വെക്കും എന്നൊക്കെ പറയണം. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഇവനെ കൊണ്ടുവിടാൻ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു രാത്രി സമയത്ത്, അതായത് എൻ്റെ ഫ്ലൈറ്റ് വെളുപ്പിനെയായിരുന്നു 7:30. അപ്പോൾ ഇവനെ നമുക്ക് ഇവിടുന്ന് 3 മണിയാകുമ്പോൾ ഇറങ്ങണം, എന്നാലും നമുക്ക് 5:30 ആകുമ്പോൾ എത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പോകുന്നു. അപ്പം അച്ഛൻ ഞാൻ തന്നെ പോകണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ ഇറങ്ങിയപ്പം പിന്നെ അമ്മ തന്നെ അവിടെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അമ്മ. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയാണ് കേട്ടോ ഇവനെ കൊണ്ടുവിടാനായിട്ട് പോയത്. നമ്മുടെ സേതു തന്നെയായിരുന്നു കൊണ്ടുപോയത്, നമ്മളെ സ്ഥിരം സേതുവാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 2:45 ഞങ്ങൾ റെഡിയായി എല്ലാവരും കൂടി ഇരിക്കും. ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് കിടക്കണോ, പിന്നെ അമ്മ പറഞ്ഞു വേണ്ട ഞാനും വരാം, തന്നെ ഇവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞ് അമ്മയും വന്നു. അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് 3 മണിയായപ്പം കറക്റ്റ് 3 ആയപ്പം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വെളുപ്പിനെ ആകുമ്പോൾ നമുക്ക് 2.5 മണിക്കൂർ കൊണ്ടൊക്കെ എത്താം, 2 മണിക്കൂർ കൊണ്ട് എത്താം കേട്ടോ. കറക്റ്റ് ശരിക്കും ഞങ്ങൾ 3 മണിക്ക് അവിടെ നിന്ന് പോയിട്ട് 5 മണിയായപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കേട്ടോ. അവിടെ ചെന്ന് ഞങ്ങൾ ലഗേജൊന്നുമില്ല, ഒരു ചെറിയ പെട്ടിയും പിന്നെ ഒരു ഷോൾഡർ ബാഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൊണ്ട് ഇവനെ പറഞ്ഞ് ചേട്ടൻ്റെ കൂടെ ഞാനൊരു സെൽഫി എടുക്കട്ടെ എന്ന് പറഞ്ഞ് സെൽഫിയൊക്കെ എടുക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ അവനെ കൊണ്ടകത്ത് കയറ്റിയിട്ട് ഞങ്ങളത് ഏതായാലും ചെക്കിൻ ഒന്ന് കഴിയട്ടെ, ബാഗേജ് ഡ്രോപ്പ് ചെയ്തിട്ട് പോരാന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ വെളിയിൽ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്നപ്പോൾ പറഞ്ഞു വെള്ളം വാങ്ങിക്കണം, എനിക്ക് വെള്ളം വാങ്ങിക്കാൻ പോകണമെന്ന് പറഞ്ഞ് അപ്പുറത്ത് പോയി ഒരു ജ്യൂസിൻ്റെ ബോട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നു. വെള്ളം വേണ്ടെന്ന്, ജ്യൂസ് മതി എന്ന് പറഞ്ഞു. ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. രാവിലെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും വേണ്ട, എനിക്കൊന്നും വേണ്ടെന്നൊരു കാപ്പിയുടെ കുറച്ച് മാത്രം കുടിച്ചിട്ട് അപ്പം ഞങ്ങളവിടെ ഇവൻ തന്നെ പോകാറൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ നാട്ടിലേട്ടും ഒരു പ്രാവശ്യം നാട്ടിൽ തന്നെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അവനങ്ങനെ ട്രാവൽ ചെയ്യാനൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇഷ്ടമാണ്, എക്സൈറ്റഡ് ആണ്. അതായത് പിള്ളേരാണല്ലോ ഇൻസ്റ്റാഗ്രാം റീൽസും അതൊക്കെ ഇടും ഓരോ ട്രാവലിൻ്റെ, അതങ്ങനെ അവന് കുഴപ്പമൊന്നുമില്ല, ഒരു ടെൻഷനൊന്നുമില്ല. ഒറ്റയ്ക്ക് പോകാനാണ് അവൻ ഇഷ്ടം, എക്സ്പ്ലോർ ചെയ്ത് പോകാമല്ലോ എന്ന് വെച്ചിട്ട്. ഇപ്രാവശ്യം അവൻ്റെ ട്രാൻസിറ്റ് മുംബൈ വഴിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ബാംഗ്ലൂർ വഴിയാണ് വന്നത്, ഇപ്പം മുംബൈയിലാണ്. അപ്പോൾ അങ്ങനെ എയർപോർട്ടൊക്കെ അത് 3 മണിക്കൂറേ ഉള്ളൂ. ഇവിടുന്ന് 7:55 ഫ്ലൈറ്റ്, അത് കഴിഞ്ഞിട്ട് 1:10 3:20 ആകുമ്പോൾ കാൺപൂർ ചെല്ലും. അത് കാൺപൂർ ഫ്ലൈറ്റ് നമുക്ക് കുറവാണല്ലോ, വയാ മുംബൈ വയാ ബാംഗ്ലൂർ അങ്ങനെ ഉള്ളു കേട്ടോ. അങ്ങനെ അജ്ജു 17-ാം തീയതി എൻ്റെ കൂടെ തന്നെ വന്നതാണല്ലോ. അപ്പോൾ അജ്ജുവിൻ്റെ ഒരു 14 ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞ് അജ്ജു പോവാണ്. ഇപ്പം പോകാറായപ്പോഴത്തേനും ഒരു മൂഡ് ഓഫ് ആയി. അവൻ എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ അമ്മയുടെ കൂടെ പോയാലോ, എൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താലോ. പിന്നെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു, രാജേട്ടൻ പറഞ്ഞു വേണമെങ്കിൽ നിന്നോട്ടെ അവനങ്ങനെ മൂഡുണ്ടെങ്കിൽ. പക്ഷേങ്കിൽ അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ റിസൾട്ടിൻ്റെ ആൻസർ കീ ഒക്കെ വന്നു. അപ്പോൾ മേ ബി നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരായിരിക്കാം, എന്നാൽ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. പോയി അവന് കുറച്ചൊരു സങ്കടമായിപ്പോൾ. ഇവിടെ വന്ന് എൻ്റെ കസിൻ്റെ ബുള്ളറ്റൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുകയും മഴയും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നും അവന് ഡ്രൈവിംഗ് ഒക്കെ ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വണ്ടി എടുക്കാനായിട്ട് പാടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ എടുത്തെടുത്തത് ശീലമായി. അപ്പോൾ അവനെ അച്ഛനെ കൊണ്ട് എവിടെയെങ്കിലും പോകാനൊക്കെ അതുകൊണ്ട് അവനങ്ങ് ഇഷ്ടമായിരുന്നു. എന്നോട് ഇടയ്ക്കൊന്ന് പറഞ്ഞു അമ്മ എക്സ്റ്റെൻഡ് ചെയ്താലോ എന്ന്. അപ്പോൾ ഞാനവിടെ പറഞ്ഞപ്പോൾ രാജേട്ടൻ പറഞ്ഞു വേണ്ട, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല, ക്യാൻസൽ ചെയ്തേരും, സാരമില്ല പോട്ടെ, അവന് ഇഷ്ടമാണ് നിൽക്കട്ടെ എന്ന് വെച്ചാൽ. പിന്നെ അവൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വരാറെന്ന് പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു വേണ്ട എന്നാൽ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അജ്ജു പോയി. അപ്പം അജ്ജു പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം 6 മണിയായപ്പോൾ അജ്ജു കയറി അകത്തോട്ട് പോയി കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് അവിടുന്ന് ശരവണ ഭവൻ വന്നേരം ഞാനൊരു കടുങ്കാപ്പിയും കുടിച്ചു, അമ്മയും അച്ഛനും മറ്റേ കാപ്പിയും കുടിച്ചു, സേതു ഒരു കടുങ്കാപ്പിയും കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ അവിടെ ഇരിക്കണം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് 6:30 അപ്പം വീട്ടിൽ ചെന്നിട്ട് ദോശ ഉണ്ടാക്കി കഴിക്കാം. അച്ഛൻ പറഞ്ഞു നോക്കട്ടെ നമുക്ക് വഴിയിൽ നിന്ന് കഴിക്കാം, കാരണം 8 കഴിക്കണമല്ലോ. അങ്ങനെ ഞങ്ങളവിടെ വർത്താനമൊക്കെ പറഞ്ഞു. ഇന്ന് ദോശയല്ല ശരവണ ഭവനൊന്നും കഴിച്ചില്ല, ഉള്ളി കടുങ്കാപ്പി മാത്രം. അവരുടെ കടുങ്കാപ്പി എനിക്കിഷ്ടമാണ് കേട്ടോ. നമ്മളീ പോകുന്ന സ്ഥിരം സ്ഥലങ്ങളിലെ ടേസ്റ്റും ഇപ്പം നമുക്കറിയാവുന്ന പോലെ കേട്ടോ. അങ്ങനെ കടുങ്കാപ്പിയൊക്കെ കുടിച്ചു. ഇവർ പാലൊഴിച്ച കാപ്പിയാണെന്ന് കുടിച്ചു, വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു, കുടിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ പോരുന്ന വഴിക്കപ്പം ഞങ്ങൾ റോഡിലെല്ലാം ബ്ലോക്കുണ്ട് കേട്ടോ. മൂവാറ്റൂർ ആ വഴിയിലെല്ലാം ഭയങ്കര. അപ്പോൾ വേറൊരു ചെറിയ റോഡിൽ കൂടെ കയറി വന്നു കേട്ടോ. എനിക്കറിയത്തില്ല അതെവിടെ, അത് കിടങ്ങൂർ വഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ കിടങ്ങൂർ അമ്പലത്തിൽ തൊഴാന്ന് പറഞ്ഞിട്ട് വെളിയിൽ നിന്ന് തൊഴാം. അമ്മ കുളിച്ചില്ലെന്ന് പറഞ്ഞു. ഞങ്ങളാരും വെളുപ്പിനെ കുളിച്ചില്ലായിരുന്നു കേട്ടോ, ആ ഒരു പ്ലാൻ ഇല്ലായിരുന്നു അതിലേ വരുന്നവേ. അപ്പം ഞങ്ങൾ വെളിയിൽ നിന്ന് തൊഴുതിട്ട് അവിടെ അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ എപ്പോഴും പറയും എനിക്ക് തട്ടുദോശ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചെറിയ ഹോട്ടലിലെ ദോശയൊക്കെ കഴിക്കാൻ നല്ല രസമല്ലേ, അപ്പോൾ അത് ഞാൻ കഴിക്കാം എന്നെനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. എവിടെ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ നമ്മുടെ മുരുകൻ്റെ അമ്പലമില്ലേ, കിടങ്ങൂർ മുരുകൻ്റെ അമ്പലത്തിൻ്റെ അടുത്തൊരു ചെറിയൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, അവിടുത്തെ ദോശയും ഭയങ്കര ടേസ്റ്റ്, അച്ഛൻ കഴിച്ചിട്ടുണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമ്മളതിലെ പോവുകയാണെങ്കിൽ എന്നാൽ കഴിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം എനിക്കൊരു നമുക്ക് അറിയത്തില്ല കേട്ടോ അതങ്ങനത്തെ അവിടെ ഒരു ഹോട്ടലുള്ളതായിട്ട് പോലും. ഞങ്ങൾ പോയിട്ട് തൊഴുതിട്ടുണ്ട് കേട്ടോ, അവിടെ പോയി തൊഴുതിട്ടൊക്കെ വന്നതാണ്, പക്ഷെ അങ്ങനെ ഒരു ഹോട്ടലുള്ളതായിട്ട് അറിയത്തില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ നമ്മൾ വേറെ 2-3 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, ഭയങ്കര നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ട്രൈ ചെയ്യാം, കാരണം സമയം ഏതായാലും 8 മണിയായി. പിന്നെ നമ്മൾ വെളുപ്പിനെ എഴുന്നേൽക്കുമ്പം നമ്മൾ 1 മണി 1:30 ആയപ്പോൾ എഴുന്നേറ്റതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വയറ്റിനകത്ത് കൊണ്ട് എന്താണ്ട് ഒരു ഇതൊക്കെ വരുന്നുണ്ട്. കാപ്പി കുടിച്ചിട്ട് ബാക്കി അവിടെ ചെന്നിട്ട് കഴിക്കാമെന്നുള്ള രീതിയിൽ പോവാണ്. അപ്പം സേതു പറഞ്ഞു ഞാനും കഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ, അവിടെ ഞാൻ കണ്ടിട്ടില്ല, കാരണം അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തോട്ട് കയറണമല്ലോ. അപ്പോൾ അമ്പലത്തിൽ തൊഴുതാൽ മാത്രമേ നമുക്ക് അവിടെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ ഹോട്ടലിൽ വന്നു കേട്ടോ. അവിടെ വന്നപ്പോൾ ആദ്യം അമ്മയ്ക്കിപ്പോൾ ദോശ വേണ്ടാന്ന് പറഞ്ഞു. അമ്മ ഒരു ഗ്രീൻ പീസ് കറിയും അപ്പം ഓർഡർ ചെയ്തു. ഞാൻ ഈ തട്ടുദോശ ഉണ്ട്, സെറ്റ് ദോശ, അതിനകത്ത് 3 ദോശ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഞാൻ 2 എടുത്തുള്ളൂ. ഒരു വടയുണ്ട്, ചമ്മന്തിയും സാമ്പാറും പിന്നെ ഇതുപോലത്തെ ഒരു മുളകും, അതിങ്ങനെ അവിടെ ഇങ്ങനെ വലിയ ബക്കറ്റിനകത്ത് വെച്ചിരിക്കുക കേട്ടോ, നമുക്ക് ഇങ്ങനെ എടുത്ത് ഒഴിക്കാം. അപ്പോൾ നല്ലൊരു ഫീൽ കേട്ടോ അതിങ്ങനെ കണ്ടപ്പോൾ തന്നെ. അങ്ങനെ ഞാൻ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും ടേസ്റ്റ്,
പണ്ട് എന്തോ ഒക്കെ ഒരു സ്വാദ്. ഇത്രയും നല്ലൊരു ദോശയും ചമ്മന്തി എനിക്ക് തോന്നുന്നൊരു 10 വർഷത്തിനിടെ കഴിച്ചിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ള, ആരെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്തോ. നമ്മുടെ മുരുകൻ്റെ അമ്പലത്തിൻ്റെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കിടങ്ങൂർ, അവിടെ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ നമ്മൾ ഇറങ്ങി വരുമ്പം ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഒരു ചെറിയൊരു ചായക്കടയാണ് കേട്ടോ. അവിടെ നല്ല തിരക്കുണ്ട്. നല്ല ദോശയും നല്ല വടയും നല്ല ചട്നിയും, അതുപോലെ തന്നെ അമ്മ അപ്പവും ഗ്രീൻ പീസും കറി കഴിച്ചിട്ട് ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും നല്ല അടിപൊളി ഗ്രീൻ പീസ് കറിയും. അപ്പോൾ ആർക്കെങ്കിലും കഴിക്കണമെങ്കിൽ ധൈര്യമായിട്ട് കഴിച്ചോട്ടോ. ഭയങ്കര രസം. അതായത് പണ്ടത്തെ കാലത്തെ തട്ടുദോശയും ചമ്മന്തിയും പോലെ, ചമ്മന്തി ഇങ്ങനെ വെള്ളം പോലത്തെ ചമ്മന്തി, നല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയും നല്ല തട്ടുദോശ. പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ പിന്നെയും കഴിക്കാൻ തോന്നും. 3 ദോശ അവർ കൊണ്ടു തന്ന് പറഞ്ഞാൽ ഞാൻ എടുപ്പിച്ച് മാറ്റി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ദോശയൊക്കെ കഴിച്ച് ഇറങ്ങി. എനിക്കിനി 2 ആഴ്ചയും കൂടെ ഞാൻ നാട്ടിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അമ്മയുടെ കൂടെ കുക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടാമെന്ന്. നോക്കട്ടെ, ഇടാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കസിൻ വരുന്നുണ്ട് 15-ന്, പിന്നെ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് നാളെ, അതായത് 4-ന് വരും, ഇന്ന് 3-ന് വരും. പിന്നെ എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രീ ഡിഗ്രി മുതൽ ഡിഗ്രി വരെ, പിന്നെ ഞങ്ങൾ ഭയങ്കര ബെസ്റ്റീസായിട്ട്, നാട്ടിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞങ്ങൾ അവളുടെ കൂടെ ചിലപ്പോൾ ഞങ്ങളൊരു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്രിവാൻഡ്രത്ത് പോയി സ്റ്റേക്കേഷനൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം അങ്ങനെ ഒരു ചെറിയ സ്റ്റേക്കേഷൻ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ട്. അങ്ങനെയാണ് വീഡിയോ ഒക്കെ എടുക്കാം. കഴിഞ്ഞ വർഷം ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല. അപ്പോൾ അവൾക്കിങ്ങനെ വീഡിയോയിൽ വരാനൊക്കെ മടി, അതൊന്നും സാരമില്ല. ഞാനൊക്കെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഗേൾസ് ട്രിപ്പ് വേണമല്ലോ. ജസ്റ്റ് അടുത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് പോകും, ഒരു ദിവസം നിൽക്കും. അപ്പോൾ പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് വന്നു, അവൾക്കും വരാൻ പ്ലാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അവളെയും വിളിക്കാം. അങ്ങനെ നമുക്കൊരു ചെറിയൊരു അടിച്ചുപൊളിയും കൂടി ഉണ്ട്. പിന്നെ പോകാറായില്ലേ. പിന്നെ തിങ്കളാഴ്ച നെക്സ്റ്റ് വീക്ക് ഞാനും അച്ഛനും അമ്മയും കൂടെ ഗുരുവായൂർ പോകുന്നുണ്ട്. അങ്ങനെ ഇനി തിരക്കുള്ള ദിവസങ്ങളാണ്. ഒരു 14 ദിവസമേ ഉള്ളൂ, അതിനകത്ത് തിരക്കോട് തിരക്ക്. അങ്ങനെ അവിടുന്ന് ദോശയൊക്കെ കഴിച്ച് ഞാനിപ്പം പിന്നെ ആ ദോശ കണ്ടപ്പോൾ എനിക്ക് വയ്യ, അതിൻ്റെ തന്നെ കാര്യം ഞാൻ പറയായിരുന്നു. അപ്പം അങ്ങനെ ഇന്നത്തെ 2 ദിവസമായിട്ടാണ് കേട്ടോ. ഞാനപ്പോൾ ഒരു ദിവസം ഫുൾ ആദ്യം മുതലുള്ള വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വെച്ചാൽ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ബ്രേക്ക് ആവും കേട്ടോ. നടക്കാൻ പോയപ്പോൾ എടുത്തില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ കുറേ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം, വേഗം കാണാം. താങ്ക് യു ലക്ഷ്മി.